ജീവിതം അതിങ്ങനെ കറങ്ങിയും തിരിഞ്ഞും കൊണ്ടേയിരിക്കും. ആ കറക്കം നിലയ്ക്കാൻ ഒരു നിമിഷം മാത്രം മതിയാകും. അങ്ങനെ കാലത്തിൽ യാത്ര അവസാനിപ്പിച്ച 87,000 ജീവിതങ്ങളുടെ അവസാന ഇടമാണ് ഷെഫീൽഡ് പൊതുശ്മശാനം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട കുറേയധികം ആത്മാക്കൾ ജീവിക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്. സെമിട്രിയിലേക്ക് കടന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ നിശബ്ദതയാണ്. നിശബ്ദതയുടെ പിരിമുറക്കത്തിൽ നിന്നുകൊണ്ട് സെമിട്രിയുടെ ചരിത്രത്തിലേക്കും ഇവിടുത്തെ അനുഭവങ്ങളിലേക്കും ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങി. വായിച്ചു മറന്ന ഏതോ മാന്ത്രിക കഥയിലെ പുസ്തകത്താളുകളിൽ ഞാൻ കണ്ട കാഴ്ചകൾ നേരിട്ട് കാണുകയാണോ എന്നെനിക്ക് തോന്നി. വ്യാവസായ വിപ്ലവത്തിലൂടെ നിറഞ്ഞു കവിഞ്ഞ ശ്മശാനങ്ങൾക്കു പരിഹാരമായി വിക്ടോറിയക്കാർ നിർമ്മിച്ച ഷെഫീൽഡ് ജനറൽ സെമിത്തേരി 1836 തുറന്നു. പരമ്പരാഗത ക്രിസ്തീയ വിശ്വാസങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പള്ളിമുറ്റം വേണമെന്ന ആവശ്യം പ്രകടിപ്പിക്കപ്പെട്ടു. ഈ ആവശ്യത്തിന് ഉത്തരം നൽകുന്നതിനായി നോൺ കൺഫോമിസ്റ്റ് ചാപ്പൽ നിർമ്മിച്ചു. ഈ ചാപ്പൽ അതിൻ്റെ ഉദ്ദേശം പോലെ തന്നെ പരമ്പരാഗത ക്രിസ്തീയ വിശ്വാസങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെയായിരുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണം പിന്തുടരാൻ വിസമ്മതിച്ച പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളായിരുന്നു നോൺ കൺഫോമിസ്റ്റുകൾ. അനന്തതയെയും ജനനമരണ ചക്രത്തെയും സൂചിപ്പിക്കുന്ന ഈജിപ്ഷ്യൻ മിത്തുകളിൽ പറയപ്പെടുന്ന ഓറോബൊറോസ് എന്ന പാമ്പിനെ കയറി വരുന്ന ഗേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. പുരാതന ഈജിപ്തിലെയും ഗ്രീസിലെയും പ്രതീകാത്മകമായ സർപ്പമായ ഓറോബൊറോസ് എന്ന മഹാസർപ്പം വായിൽ വാൽ കൊണ്ട് പ്രതിനിധീകരിക്കുന്നു. നിരന്തരം അവ സ്വയം വിഴുങ്ങുകയും അതിൽ നിന്ന് തന്നെ പുനർജനിക്കുകയും ചെയ്യുന്നു. ആദിമ പ്രകൃതി തത്വശാസ്ത്രത്തിൽ ഓറോബൊറോസ് ഭൗതികവും ആത്മീയവുമായ എല്ലാത്തിൻ്റെയും ഐക്യം പ്രകടിപ്പിക്കുന്നു. അത് ഒരിക്കലും അപ്രത്യക്ഷമാകാത്തതും എന്നാൽ ശാശ്വതമായ നാശത്തിൻ്റെയും പുനഃസൃഷ്ടിയുടെയും ഒരു ശാശ്വത ചക്രത്തിൽ രൂപം മാറുകയും ചെയ്യുന്നു. അനന്തതയുടെ ഒരിക്കലും അവസാനിക്കാത്ത വൃത്തത്തിൽ അവസാനം ഒരു തുടക്കവും ആരംഭം ഒരു അവസാനവുമാണ്. സെമിട്രിയിലെ പ്രകൃതിയിലേക്ക് എൻ്റെ ശ്രദ്ധ കൂടുതൽ ആഴ്ന്നിറങ്ങിയപ്പോൾ നാട്ടിലെ കാവുകൾക്ക് സമാനമായ പ്രകൃതിയുടെ രൂപം എനിക്കിവിടെ കാണാൻ സാധിച്ചു. അതെൻ്റെ കണ്ണുകൾക്ക് തികച്ചും കൗതുകകരമായിരുന്നു. പരമ്പരാഗത ആംഗ്ലിക്കൻ വിശ്വാസികളും നോൺ കൺഫോമിസ്റ്റുകളുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ നോൺ കൺഫോമിസ്റ്റ് സെമിട്രിക്ക് സമീപമായി ആംഗ്ലിക്കൻ സെമിട്രിയും നിർമ്മിക്കപ്പെട്ടു.
സെമിട്രിയിലെ മറ്റു കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിയോഗോത്തിക് ശൈലിയിലാണ് 1850 ആംഗ്ലിക്കൻ ചാപ്പൽ നിർമ്മിക്കപ്പെടുന്നത്. ആംഗ്ലിക്കൻ ചാപ്പൽ സെമിത്തേരിയിലെ അവസാനത്തേതും ഏറ്റവും വലുതുമായ സംരക്ഷണ കേന്ദ്രമാണ്. ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ വളരെയധികം ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മുകളിലേക്ക് നോക്കുമ്പോൾ താഴേക്ക് തുറിച്ചു നോക്കുന്ന ചാപ്പലിൽ കൊത്തിവെച്ചിരിക്കുന്ന വിചിത്ര രൂപങ്ങൾ തന്നെയായിരുന്നു. സെമിട്രിയുടെ കയറി വരുന്ന കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് കയറി പുറകിലേക്ക് നോക്കുമ്പോൾ ഗേറ്റിന് മുകളിലായി ചിറകുള്ള സൂര്യനെ നമുക്ക് കാണാം. ഈജിപ്ഷ്യൻ മിത്തുകളിൽ ചിറകുള്ള സൂര്യൻ ഭൗതിക രൂപമില്ലാത്ത ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. പുരാണ ഐതിഹ്യങ്ങളിൽ ചിറകുള്ള സൂര്യൻ നിത്യമായ ആത്മാവിൻ്റെ പ്രതീകമാണ്. വിക്ടോറിയൻ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കോളറയിൽ മരണമടഞ്ഞവരും വെള്ളപ്പൊക്ക ദുരന്തം പേറിയവരും ലോകയുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ മണ്ണിനടിയിൽ അവരുടെ സ്വപ്നങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്. ജീവിക്കുന്നവരും മരിച്ചവരും തമ്മിൽ 6 അടി മണ്ണിൻ്റെ ആഴം മാത്രം. എന്തെല്ലാം സ്വപ്നങ്ങൾ കൊണ്ടായിരിക്കും ഇവർ ജീവിച്ചിട്ടുണ്ടാകുക. നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രിയപ്പെട്ടവർ ഒഴുക്കിയ കണ്ണീരിൻ്റെ നനവ് ഇപ്പോഴും ഈ മണ്ണിനുണ്ട്. അവരുടെ കരച്ചിൽ ഇപ്പോഴും ഇവിടെ കേൾക്കാനാകും. ഇവിടെ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും സമ്പന്നരല്ല. ഇവിടുത്തെ ജീവിതങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ അത് എണ്ണിയാലൊടുങ്ങാത്തത്രയുണ്ട്. വളരെ ദയനീയവും ആകുലപ്പെടുത്തുന്നതുമായ നിരവധി ജീവിത കഥകൾ. അത്തരത്തിലൊന്നാണ് കാതറിൻ പാർക്കറുടേത്. ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ് സ്റ്റീൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ ധാരാളം സ്റ്റീൽ നിർമ്മാണവും അനുബന്ധ വ്യവസായങ്ങളും നിലകൊള്ളുന്നു. സ്റ്റീൽ സിറ്റിയിലെ പ്രസിദ്ധനായ കൾട്ടറി മാസ്റ്ററായിരുന്നു വില്യം പാർക്കർ. ഈ ശ്മശാനത്തിൽ ആദ്യകാലം അടക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. 1837 അന്തരിച്ച വില്യം പാർക്കറുടെ ഭാര്യയായിരുന്നു കാതറിൻ. ഇരുവരും സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൈവിടാതെ തങ്ങളുടെ 5 മക്കൾക്കൊപ്പം ജീവിച്ചു. അപ്രതീക്ഷിതമായ തൻ്റെ ഭർത്താവിൻ്റെ മരണം അവളെ മാനസികമായി വളരെയധികം തളർത്തി. ഒരു വിൽപ്പത്രം തയ്യാറാക്കാതെയാണ് വില്യം അവരെ വിട്ടുപോയത്. അതിനാൽ തന്നെ അന്നത്തെ നിയമമനുസരിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അവകാശങ്ങൾ ഒന്നും തന്നെ അവൾക്കും അവളുടെ 5 കുഞ്ഞുങ്ങൾക്കും ലഭിച്ചില്ല. അവളും അവളുടെ മക്കളും തനിച്ചായി ഒറ്റപ്പെട്ടു. അവൾ കുറേ കരഞ്ഞു. അവളുടെ മനസ്സിൻ്റെ താളം തെറ്റി. ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ അവൾക്ക് തൻ്റെ മരണത്തിലൂടെ മാത്രമേ സാധിച്ചുള്ളൂ. 1844 അവൾ തൻ്റെ ജീവിതം ഒരു തൂക്കുകയറിൽ അവസാനിപ്പിച്ചു.
വർഷങ്ങൾക്ക് ശേഷം ശ്മശാനം സന്ദർശിച്ച കുറച്ചാളുകൾ ഏകദേശം രാത്രി 11:30 ഒരു ശവക്കല്ലറയിൽ ഒരു വെളുത്ത രൂപം കണ്ടു. പിന്നീടുള്ള അവരുടെ അന്വേഷണത്തിൽ അത് മാനസിക സംഘർഷത്താൽ മരണപ്പെട്ട ക്യാതറിൻ്റെയാണെന്ന് അവർ അനുമാനിച്ചു. ഒരുപക്ഷെ അവൾ തൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും പൂർത്തിയാക്കാതെയല്ലേ ഈ ഭൂമിയിൽ നിന്ന് പോയത്. അതിനാൽ തന്നെ അവളുടെ ആത്മാവ് ഇവിടെ ഇപ്പോഴും അലഞ്ഞു തിരിയുന്നുണ്ടാകാം.